നമസ്കാരം. ഞാൻ അനുരാധ, ശിശുവികസന പദ്ധതി ഓഫീസറാണ്. പ്രധാനമായിട്ട് ഇന്ന് സംസാരിക്കുന്ന വിഷയം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തന്നെയാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ തോന്നാൻ കാരണം എൻ്റെ ഒരു സ്കൂൾ കൗൺസിലർ എന്നെ വിളിച്ച്, മാഡം ഞങ്ങളിങ്ങനെ ക്യാമ്പിൽ ഞങ്ങളെല്ലാവരുടെയും കൂടെ തന്നെ താമസിച്ച് അവർ തന്നെ യൂസ് ചെയ്ത് പോലൊരു തന്നെ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്ത് അവരുടെ കൂടെ തന്നെ താമസിച്ച് കിടന്നുറങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും വയനാടല്ലാത്ത വേറൊരു ജില്ലകളിൽ നിന്നും അത്തരം ഒരു ക്ലൈമറ്റിലേക്ക് പോയിട്ട് ഡ്യൂട്ടി ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു റിസ്ക്കാണ്. അപ്പം അതിലൂടെ കേസുകളെ പറ്റിയിട്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊരു സാഹചര്യം ഉണ്ടായി. ആദ്യം തന്നെ എനിക്ക് ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സിനടുത്ത് വലിയൊരു ബഹുമാനം തോന്നുന്നു. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ മെൻ്റൽ ട്രോമ അത് വലിയൊരു വിഷയം തന്നെയാണ്. നമുക്ക് ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോഴും ഡിസാസ്റ്ററിൽ പ്രധാനമായിട്ടും കൈപൊട്ടി കാലുപൊട്ടി ആ ഒരു ദിവസവും കുറച്ച് ദിവസത്തേക്കുള്ള ഹോസ്പിറ്റൽ കണ്ടീഷൻ, ഇനി വരാൻ പോകുന്ന പകർച്ചവ്യാധികൾ, ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടുള്ള സാമ്പത്തിക പ്രോബ്ലം, ഇതൊക്കെ അതിന് ശേഷം ഉണ്ടാകുന്നൊരു അവസ്ഥയാണ്. കുട്ടികളൊക്കെ ശ്രദ്ധയും പരിചരണവും വേണ്ട വിഭാഗത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വൾണറബിൾ സെക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു സാമ്പത്തികപരമായിട്ടുള്ളൊരു ഓവറോൾ ഡെവലപ്മെൻറ്റിനെയും തന്നെ അത് സ്റ്റക്കാക്കിയൊരു സംഭവമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അപ്പം ഹെൽത്തിൻ്റെ സൈഡിൽ ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് കാണുമ്പോൾ ഞാൻ കരുതത് ഡോക്ടേഴ്സിനൊക്കെ നല്ല ലോഡഡ് ആയിരിക്കും ജോബ്. അപ്പം ആദ്യം അത് തന്നെയാണല്ലോ പ്രൈമറി നമ്മൾ കൊടുക്കേണ്ട ഒരു സേവനം. പക്ഷേ ആഫ്റ്റർ അതിൽ നിന്നും വന്ന് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് തന്നെ വേറെ കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് തന്നെയാണ്. മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടിൽ കൂടുതലായിട്ടും ഈ ഒരു ഡിസാസ്റ്ററിൽ ഇവിടെ കടന്നു പോകുമ്പം, പ്രത്യേകിച്ച് ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഫ്ലഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക്, ഇതെല്ലാം തന്നെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഇൻസിഡൻ്റ് ഒരു ചെറിയ കാര്യം അറിയുമ്പോഴത്തേക്കും തന്നെ മനസ്സിൽ ഷോക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അന്ന് അനുഭവിച്ചേക്കാൾ കൂടുതൽ പിന്നീട് അവരുടെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ പല കാര്യങ്ങളും കാണുമ്പം, അല്ലെങ്കിൽ ഒരു മഴ വരുമ്പം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശബ്ദം കേൾക്കുമ്പം, പ്രകമ്പനം കേൾക്കുമ്പോൾ, ഇതൊക്കെ സൈക്കോളജിക്കലി അത് ആ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ മാനസികപരമായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന അവസ്ഥയായിരിക്കും അത്. ഇപ്പം ഒരു ഉദാഹരണത്തിന് തന്നെ പ്രായമായവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്നു, രാത്രി മഴ കാണുന്നു, അല്ലെങ്കിൽ അത് കാണുമ്പം കുട്ടികൾക്ക് പേടിയാവുന്നു. ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ പോലും പിന്നെ കുട്ടികളുടെ പേര് പറയില്ലെങ്കിൽ ഇത്തരം പ്രോബ്ലംസുകൾ ലോങ് ടേം ആയിട്ട് ഈ ട്രോമ ഉണ്ടാകുമ്പം ആ സമയത്ത് നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് ആർട്ട് തെറാപ്പി, അതുപോലെ തന്നെ മറ്റ് കൗൺസിലിങ്, പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് നിരന്തരമായി കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടി റിക്കവർ ആവുള്ളൂ. ഒരു MSW പഠിക്കുന്ന കാലഘട്ടത്തിൽ 2006 ആ ഒരു ടൈമിൽ നമ്മൾ MSW പഠിക്കുമ്പം ലാൻഡ് സ്ലൈഡ് ഇരിട്ടി ചുങ്കക്കുന്ന് ഏരിയയിലാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഒബ്സർവേഷൻ വിസിറ്റ് ഭാഗമായി ലാൻഡ് സ്ലൈഡ് ഉണ്ടായൊരു സ്ഥലം വിസിറ്റ് ചെയ്തു. ഇതേപോലെ തന്നെ വയനാട് പോലെ തന്നെ ഇരിട്ടി ചുങ്കക്കുന്ന് കൊട്ടിയൂർ മേഖല ചെങ്കുത്താമല ഇടിഞ്ഞ് കുറേയൊക്കെ അഗ്രികൾച്ചർ ഏരിയ ആണ്, കാർഷിക ഏരിയ ആണ്. ചെറിയ ചെറിയ വീടുകളിലൊക്കെ കംപ്ലീറ്റ് കൃഷിയെ നഷ്ടപ്പെട്ട് കുറേ 3-4 ഫാമിലിയെ ഒരു തരത്തിലും പിന്നെ ഭൂമിക്കടിയിലോട്ട് തന്നെ പോയി എന്നുള്ള അവസ്ഥ, ബോഡി പോലും കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഉള്ള ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് അന്ന് വരുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ MSWക്കാർക്ക് നമ്മളന്ന് വളരെ കരച്ചിലൊക്കെ ആയിരുന്നു. ക്യാമ്പിൽ പോയിട്ട് കരയാത്ത ആൾക്കാരെ കണ്ടിട്ട് പോലും അവരുടെ സങ്കടം കേട്ട് അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കരഞ്ഞു. അത് നമ്മളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഇമോഷണൽ മെച്യൂരിറ്റി നന്ന് ഡെവലപ്പ് ചെയ്യുന്നൊരു സമയം, പ്രിൻസിപ്പിൾസ് ഓഫ് ഇമോഷണൽ കൺട്രോൾ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു കേസ് കാണുമ്പോൾ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള പരിചയക്കുറവും കുട്ടികളെന്ന നിലയിലുള്ള ആ സമയത്തുള്ള ഡെവലപ്മെൻറ്റൽ സമയത്ത് വേണ്ട എല്ലാവിധ പക്വതക്കുറവുകളും നമുക്കുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെ ഫാദർ ഇരുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസാസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്ററിങ് ഇൻ ടു ദ ഷൂസ് ഓഫ് അതേഴ്സ്, അതായത് എംപത്തറ്റിക്കലി നമ്മൾ അവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ട് വേണം അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഒരു സിമ്പതിയേക്കാൾ കൂടുതൽ അവരുടെ സാഹചര്യത്തിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബേസിക് നീഡ്സ് ക്ലിയർ ആക്കുക, അടുത്ത റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് കറക്റ്റ് ആക്കുക. റീഹാബിലിറ്റേഷനും ഈ പറയുന്ന പോലെ ഓരോ ആൾക്കാർക്കും എന്തെങ്കിലും അതിനനുസരിച്ചുള്ള കാലിബർ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടും കൂടി ചെയ്തു കൊടുക്കാൻ പറ്റിയ വളരെ സക്സസ് ആയിരിക്കും. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനോട് കൂടി
അവിടെ പിന്നെ കാര്യങ്ങൾ മണി കോൺട്രിബ്യൂഷൻ ആണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എപ്പോഴും നമ്മൾ മീൻ പിടിച്ചല്ല കൊടുക്കുക, മീൻ പിടിക്കാനുള്ള വഴി തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുക. കാരണം അവരെ കൊണ്ട് തന്നെ ആ പ്രോബ്ലവും സോൾവ് ചെയ്ത് അതും റിക്കവർ ചെയ്യിപ്പിക്കാൻ, അതിജീവിപ്പിക്കാൻ നമ്മൾ പഠിപ്പിച്ചേ മതിയാവുള്ളൂ. നമുക്ക് എളുപ്പമാണ് ഇതൊക്കെ ഉപദേശിക്കാൻ. നമുക്കൊരു കാര്യം മിസ്സാവുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ വിഷമം. ഒരു ചെറിയൊരു കാര്യത്തിൽ പോലും നമ്മളൊക്കെ ഡസ്പാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും ഒരു ദുരന്തം വരുമ്പോൾ നമുക്ക് മാറി നിന്നിട്ട് ഒരു പിന്നെ കുറച്ച് പണമോ അല്ലെങ്കിൽ ഒരു സാരമില്ല എന്നുള്ള സപ്പോർട്ടോ കൊടുത്താലൊന്നും ഈ വിഷയം പരിഹരിക്കപ്പെടില്ല. അത്രമേൽ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. നിരന്തരം നമുക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടെ നിന്ന് സാരമില്ല, ഓക്കെ, അത്തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഘടകം നിരന്തരമായി കൊടുത്ത് അവിടെ എവിടെയാണോ അത് ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ആൻസൈറ്റിയിലേക്കോ അല്ലെങ്കിൽ വേറെ വല്ല മൂഡ് ഡിസോർഡറിലേക്കോ അല്ലെങ്കിൽ വേറെ വല്ല ഇവൻസിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ ഭേദം, അല്ലെങ്കിൽ സൂയിസൈഡ് തോട്ടിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ ഭേദം നേരത്തെ അത് കണ്ടെത്തിയിട്ട് പിന്നെ അത് ഹിൻഡ് കണ്ടെത്തി അവർക്ക് വേണ്ട സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ ഇപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. പ്രകൃതിയെ അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിച്ച ഏറ്റവും വലിയ പാഠം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യം തന്നെയാണ്. നമ്മൾ വേറെ എന്തുണ്ടാക്കിയാലും പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ നമ്മൾ സേവ് ചെയ്ത് നമ്മൾ അത്തരത്തിൽ അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ 2 നില വീടോ അല്ലെങ്കിൽ ഒരു കാറോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസത്തേക്കാൾ കൂടുതൽ ഒരു പ്രോബ്ലം വരുമ്പം രക്ഷപ്പെട്ടു പോകാനുള്ള അല്ലെങ്കിൽ അതിജീവിക്കാനുള്ള കഴിവാണ് നമുക്ക് ആവശ്യം. അതിപ്പോൾ പഠിക്കുന്നൊരു പുതിയ പാഠം. കാരണം വർഷാവർഷങ്ങൾ നമ്മളിപ്പം ഫ്ലഡ് ആണെങ്കിലും ലാൻഡ് സ്ലൈഡ് ആണെങ്കിലും കാറ്റുകളാണെങ്കിലും ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള സപ്പോർട്ട്, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ പ്രധാനമായിട്ടും നീന്തൽ, എന്തായാലും ഫ്ലഡ് വരുന്ന ഒരു ഏരിയ ആണെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളെ നമുക്ക് നീന്തൽ പഠിപ്പിക്കാനും വെള്ളം പോലുള്ള കാര്യങ്ങളിലൂടെ കൈകാര്യം ചെയ്യാനും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. നമ്മളൊക്കെ ഇപ്പം മലയോര ഏരിയയിൽ ജീവിച്ച് വളർന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ നമുക്ക് മലവെള്ളപ്പാച്ചിലിൽ നിന്നും ഏറെക്കുറെയൊക്കെ അതിജീവിക്കാനും നീന്താനും അത് വരുമ്പം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു ശീലം, ജന്മനാ ശീലം ഉണ്ടാവും. കുറേയൊക്കെ നമുക്കത് അത്തരത്തിലുള്ളൊരു കഴിവ് ആ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ളവർക്ക് ഉണ്ടാവും. പക്ഷേ ഇതിപ്പോഴത്തെ മാറി വരുന്ന കാലാവസ്ഥയുടെ ഒരു പ്രവചന പ്രകാരം ഇതെങ്ങനെ വരുന്നു എന്ന് പോലും നമുക്കിതിപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതിനൊക്കെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഒറ്റക്കെട്ടായി എല്ലാവരും നമുക്കിതിൽ ഇറങ്ങിച്ചെല്ലണം. ഫിസിക്കൽ സൈഡിൽ നിന്ന് ആരോഗ്യ വിഭാഗമാണെങ്കിലും മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്, മറ്റുള്ള റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്, സാമൂഹ്യ നീതി, അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പ്, മറ്റു പഞ്ചായത്ത് അതിരുകൾ ആരാണെങ്കിലും ഇതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇൻവോൾവ്ഡായിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇത്രയും കാര്യമാണ് നല്ല രീതിയിലുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ആവശ്യം. പിന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പലതും പ്രോബ്ലം ആണ് എന്നറിഞ്ഞൊരു വാർണിംഗ് ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം കൂടി നമ്മൾ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ പോവേണ്ട ഒരു സിസ്റ്റം നമുക്ക് വേണം. അതും കൂടി എല്ലാവർക്കും ഒരു ചെറിയൊരു നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മൾ അങ്കണവാടി തലങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റ് സെൻറ്ററുകളിലൂടെ കുടുംബശ്രീ മുഖാന്തരമൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പം ഈ ഒരു ഡിസാസ്റ്ററിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഓരോരോ കാര്യങ്ങളിൽ നിന്നും നമുക്ക് വരാനുള്ള പ്രോബ്ലത്തെ പറ്റിയും കൂടി ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഏറെക്കുറെയൊക്കെ നമുക്ക് മാനസികപരമായിട്ട് ഇതിൽ നിന്നും ഒരു മുക്തി നേടാൻ കഴിയും. കുറച്ചുകൂടി നമുക്കതിൽ നിന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റും. വിഷയം എന്തായാലും വരും, എന്തായാലും നമ്മളൊക്കെ മരിക്കേണ്ടവർ തന്നെയാണ് ഒരു ദിവസം. പക്ഷേ നമുക്കൊരു പ്രോബ്ലം എങ്ങനെ വരും എന്നുള്ളൊരു അതിജീവിക്കാനുള്ളൊരു കഴിവും കൂടി ഇതിനൊക്കെ പറ്റിയിട്ട് മനസ്സിലാക്കിയാൽ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് സർവീസ് ഇനിയും താഴെത്തട്ടുകളിലേക്ക് പോവട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെൻഷനോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സായിട്ട് ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.